ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നു മുതൽ സഖരിയ പ്രവാചകൻ്റെ പുസ്തക പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. തുടർച്ചയായിട്ട് ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുകയും നോട്ടുകൾ എഴുതിയെടുക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദാര്യാവേശിൻ്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകൻ്റെ മകനായ ബെരക്യാവിൻ്റെ മകനായ സഖരിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ പശ്ചാത്തല വാക്യങ്ങളാണ്. സഖരിയ പ്രവചനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ഉടമ്പടിയുടെ ദർശനങ്ങൾ എന്ന വിഷയമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദ കവനൻ്റൽ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ BC 570 കാലഘട്ടത്തിൽ, അതായത് യെരുശലേം ദേവാലയത്തിൻ്റെ പണി നടക്കുന്ന സമയത്തും, 7 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ BC 490-470 കാലഘട്ടത്തിലും എഴുതിയിട്ടുള്ളതാണെന്നാണ് പൊതുവെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചതുപോലെ ദാര്യാവേശ് ഹിസ്റ്റാപ്പസ് ഒന്നാമൻ എന്നറിയപ്പെട്ടിരുന്ന പേർഷ്യൻ രാജാവായ ദാര്യാവേശിൻ്റെ 2-ാം ആണ്ട് 8-ാം മാസം BC 520 നമ്മുടെ കണക്ക് പ്രകാരം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഈ ആദ്യത്തെ ഭാഗം എഴുതിയത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ആദ്യത്തെ ഭാഗം, അതായത് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ 8 പ്രധാനപ്പെട്ട ദർശനങ്ങളാണ് സഖരിയാവ് കാണുന്നത്. ഇതിനെ ഉടമ്പടിയുടെ ദർശനങ്ങൾ എന്ന പേരിലാണ് വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. കോരശൻ്റെ കൽപ്പന പ്രകാരം BC 538 ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് വന്ന 50,000-ഓളം വരുന്ന യഹൂദന്മാർ. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം, എസ്രായുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 64-65 വാക്യങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവം മനസ്സുണർത്തിച്ച ആളുകൾ. കോരശ് രാജാവിൻ്റെ കൽപ്പന, യെരുശലേമിൽ ദൈവത്തിൻ്റെ ആലയം പണിയാനായിട്ട് അദ്ദേഹത്തോട് ദൈവം കൽപ്പിച്ചുവെന്നും അവൻ്റെ ജനമായിട്ടുള്ള ആളുകളെല്ലാവരും അവിടെ കടന്നു പോകണമെന്നുമാണ് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചത്. എന്നാൽ പോകാത്ത ആളുകൾ, അവശേഷിക്കുന്ന ആളുകൾ ദേവാലയം പണിക്ക് വേണ്ടി അവരുടെ വസ്തുവകകൾ നൽകണം എന്നും രാജാവ് കൽപ്പിച്ചിരുന്നു. അങ്ങനെ BC 538 കൽപ്പന പ്രകാരം യെരുശലേം ദേവാലയം പണിയാനായിട്ട് മഹാപുരോഹിതനായ യോശുവയുടെയും സെരുബ്ബാബേലിൻ്റെയും എസ്രയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇസ്രയേലിലേക്ക് വന്ന യഹൂദന്മാർ ദേവാലയം പണി ആരംഭിച്ചു. എന്നാൽ ആ പണി പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അവരുടെ തദ്ദേശവാസികളായ ശമരിയരുടെ എതിർപ്പിനെ തുടർന്ന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദേവാലയം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ നിരാശപ്പെട്ടിരുന്ന ഈ 50,000-ഓളം വരുന്ന യഹൂദന്മാർക്ക് യഥാർത്ഥത്തിൽ അവരെ ധൈര്യപ്പെടുത്താനും അവരെ കൊണ്ട് ദേവാലയം പണി പൂർത്തീകരിക്കാനുമാണ് ദൈവം ഹഗ്ഗായിലൂടെയും സഖരിയാവിലൂടെയും ഈ പ്രവചന ഭാഗങ്ങൾ നൽകുന്നത് എന്ന് പ്രധാനമായും മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ 30 സഖരിയാവുമാരെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നമ്മളതിൻ്റെ 1-ാം വാക്യത്തിൽ വായിച്ചല്ലോ, ഇദ്ദോ പ്രവാചകൻ്റെ മകനായ ബെരക്യാവിൻ്റെ മകനായ സഖരിയാവ്. അതുകൊണ്ട് ഈ സഖരിയാവ് ആരാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദോ പ്രവാചകൻ പുരോഹിതനും പ്രവാചകനുമായിരുന്നുവെന്ന് നെഹമ്യാവിൻ്റെ പുസ്തകം 12-3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഖരിയാവും പുരോഹിതനായിരുന്നു, അപ്പോൾ തന്നെ അദ്ദേഹം പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് അറിയാം. 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്കിൽ നമുക്കിത് കാണാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ സഖരിയാവ് രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് കർത്താവ് പറഞ്ഞത്. ദേവാലയത്തിനും യാഗപീഠത്തിനും ഇടയ്ക്ക് നിങ്ങളുടെ രക്തം ചൊരിഞ്ഞ സഖരിയാവ് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 24-20-21 വാക്യങ്ങളിൽ എഴുത്തുകാരനായ സഖരിയാവിന് മുമ്പ് മറ്റൊരു പ്രവാചകനും ദേവാലയത്തിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഖരിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ഓർക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന അവരുടെ പിതാക്കന്മാരുടെ ഭാഗത്ത് വന്ന തെറ്റുകളുടെ നിമിത്തമാണ് ദൈവം ഇവരെ ബാബിലോണിലേക്ക് നാടുകടത്തേണ്ടി വന്നത്. നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിനെ അടിമകളായി പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോയി എന്ന് നമുക്കറിയാം. അവിടെ 70 സംവത്സരമാണ് അവർ അടിമകളായി പാർക്കേണ്ടി വന്നത്. ആ അടിമത്ത കാലഘട്ടത്തിനിടയ്ക്കാണ് ഈ കോരശ് രാജാവിൻ്റെ കൽപ്പന പുറപ്പെട്ട് ദേവാലയം പണിക്ക് വേണ്ടി ഇസ്രായേലിനെ അയക്കുവാനിടയാകുന്നത്. അത് ദൈവം മനസ്സുണർത്തിച്ച ഈ രാജാവിൻ്റെ മനസ്സുണർത്തിച്ചു, മാത്രമല്ല പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സുണർത്തിച്ചു.
യഹോവ ഓർക്കുന്നു എന്നുള്ള വാക്ക് എത്രയോ അർത്ഥവത്തായൊരു വാക്കാണ്. ഗോഡ് റിമെമ്പേർഡ്. സഖരിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർക്കുന്നു എന്നാണ്. അടിമത്തത്തിൽ ജീവിച്ച് ഇസ്രയേൽ മടങ്ങി വന്ന് അവർ ദേവാലയത്തിൽ വസിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് കൂടെ ജീവിക്കണം എന്നുള്ള കാര്യമാണ് ദൈവം അവരെ ഓർത്തത്. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രതികൂലങ്ങളിലൂടെയാണ് ഇന്ന് ദൈവസഭ ലോകത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിരപരാധികളായിട്ടുള്ള ആളുകൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്ന് രാവിലെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവം ഇതെല്ലാം അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്ന കാലത്ത് ക്രിസ്ത്യാനികളെ ആക്രമിച്ച ഘട്ടത്തിൽ ദമസ്കോസിൻ്റെ പിടിവാതിക്കൽ ഇരുന്ന വിശ്വാസികളെ ആക്രമിക്കാൻ വന്നപ്പോൾ ദൈവം അവനോട് പറയുന്നുണ്ട്, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. ദൈവമക്കളെ ഉപദ്രവിക്കുന്നവർ കർത്താവിനെയാണ് ഉപദ്രവിക്കുന്നത്. ദൈവം നമ്മളെ ഓർക്കുന്നു, ദൈവം നമ്മളെ സഹായിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.